ദ വേ ടു സക്സസ് 0 to 100% എന്ന ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ 2024 അവസാനത്തെ എപ്പിസോഡാണ് ഇത്. ഈ എപ്പിസോഡിനെ നമുക്ക് 2024 റാപ്പപ്പ് എപ്പിസോഡായിട്ട് കണക്കാക്കാം. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ തുടക്കത്തിൻ്റെ തീയതിയോ സമയമോ മാസമോ ഒന്നും തന്നെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ല. പകരം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയത്, അത് എവിടെ വരെ സക്സസ് ആയി എന്നുള്ളത് ആണ് നമുക്ക് ഈ എപ്പിസോഡിൽ സംസാരിക്കാനുള്ളത്. അതിൽ തന്നെ നമുക്ക് വളരെ പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് സക്സസ് എന്നാൽ എന്താണ് എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പല ആളുകൾക്കും സക്സസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ചിലർക്ക് ഒരു കാറ് മേടിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നതാവാം, അങ്ങനെ പലതും ആവാം. ചിലർക്കാണെങ്കിലോ ഒരു വലിയ ബിസിനസ്, ഇത്ര എമൗണ്ട് നമ്മുടെ ബാങ്കിൽ, മറ്റു ചിലർക്ക് ചില ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സുകൾ, മനസ്സിൽ ടാർഗറ്റ് ചെയ്ത ക്രിയേറ്റീവ് പ്രോസസ്സുകളുടെ സക്സസ്. അങ്ങനെ പലർക്കും സക്സസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. നമ്മൾ ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത് ഒരു അദാനിയോ അംബാനിയോ ഒക്കെ ആവാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ അത് സ്വപ്നം കണ്ട് നടക്കുന്നവർക്കുള്ളതാണ് ഈ പോഡ്കാസ്റ്റ് എന്നാണ്. അതിനുശേഷം നമ്മൾ സക്സസിൻ്റെ വഴി കണ്ടെത്തിയത് കഥകളിലൂടെയാണ്. കഥകൾ എങ്ങനെ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഥകളുടെ പ്രാധാന്യവും, എന്തിന് കഥ പറയണമെന്നും എന്തുകൊണ്ട് കഥ പറയണമെന്നും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിൽപ്പെടുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, അതിന് കഥകൾ എങ്ങനെയാണ് നമ്മുടെ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ബന്ധപ്പെട്ടും ഒക്കെ എങ്ങനെയാണ് കഥകൾ ബന്ധപ്പെട്ടിരിക്കുന്നതും കൂടി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു റോൾസ് റോയ്സിനെ റോൾസ് റോയ്സ് ആക്കുന്നതും ആപ്പിളിനെ ആപ്പിളാക്കുന്നതും കഥകളാണെന്നും. അതിനുശേഷം നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ മാസ്റ്റേഴ്സായിട്ടുള്ള, അവാർഡുകൾ വാങ്ങിയിട്ടുള്ള, ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള മീഡിയയിലെ പ്രൊഫഷണൽസുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരുടെ വാക്കുകളിലൂടെ നമ്മൾക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. അതിൽ മാസ്റ്റേഴ്സായിരുന്ന എല്ലാവരും തന്നെ കഥ പറച്ചിലുകാരായിരുന്നു, സ്റ്റോറി ടെല്ലേഴ്സായിരുന്നു. അതിൽ ആദ്യത്തെ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ബക്കർ അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചും ആ കഥകൾ എങ്ങനെ ഉണ്ടായതിനെക്കുറിച്ചും അത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അദ്ദേഹത്തെ തന്നെ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അതിനുശേഷമുള്ള 2 എപ്പിസോഡുകളിലായി പാൻ ഇന്ത്യൻ ഫിലിം മേക്കറായിട്ടുള്ള സനിൽ കളത്തിൽ നമ്മളോട് കഥകൾ എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ
ബ്രാൻഡ് ഈസ് എ ഹീറോ എന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പറയുകയുണ്ടായി. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 2 ചിത്രങ്ങളിലും ഇപ്പോൾ മനോരമ മാക്സിൽ സക്സസ്ഫുള്ളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സോൾ സ്റ്റോറീസ് എന്ന വെബ് സീരീസിലും അദ്ദേഹം വളരെയധികം നല്ല കഥകൾ, ആ കഥകൾ മനുഷ്യന് എങ്ങനെ ഉപകാരപ്പെടും എന്ന് നമുക്ക് കാണിച്ചു തന്നു. അതിനുശേഷം വന്ന 2 എപ്പിസോഡുകളിൽ ഡോക്ടർ ജെയിൻ ജോസഫ്, അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വളരെ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും പിന്നീട് IIM-ൽ ബിസിനസ് ബിരുദമെടുക്കുകയും പിന്നീട് ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത അദ്ദേഹം നമ്മളോട് കലയും കച്ചവടവും ഒന്നാണെന്നും കലയും കച്ചവടവും ഇല്ലാതെ നമുക്ക് ഒരാൾക്ക് പോലും ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ലെന്നും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നീട് വന്ന എപ്പിസോഡിൽ ഇൻ്റർനാഷണൽ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഫാൽക്കെ അവാർഡോടുകൂടി പാസ്സായിട്ടുള്ള, ഇപ്പോൾ 2023 ക്യാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ബലൂൺസ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും കൂടിയായിട്ടുള്ള സജൻ കളത്തിൽ, മലയാളത്തിലേതെന്നല്ല ഇൻ്റർനാഷണലി വളരെ വലിയ സംവിധായകരുടെ സിനിമാറ്റോഗ്രാഫറായി വർക്ക് ചെയ്യുകയും ലക്ഷക്കണക്കിന് വരുന്ന സിനിമാ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും ചെയ്ത അദ്ദേഹവും നമ്മൾ പറഞ്ഞ വാക്കുകൾ ശരിവെച്ചു. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ശരിയാണെന്ന് ഞാനും നിങ്ങളും വളരെ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതുവരെ നമ്മൾ 100% സത്യസന്ധതയോടെയും സന്തോഷത്തോടു കൂടിയും നമ്മൾ ശരിവെക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് പെർസെൻറ്റേജിൻ്റെ കണക്ക് പറയാതെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സീരീസ് സക്സസ് ആണെന്ന് നിസ്സംശയം പറയാം. ഇനി നമുക്ക് ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. അതായത് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോരുത്തരും കരുതുന്ന സക്സസ് അവരവരുടേത് മാത്രമാണ്. അവർക്ക് മാത്രമാണ് അവരുടെ സക്സസ് എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ ഓരോരുത്തരും യുണീക്കാണെന്നും നമ്മുടെ യുണീക്ക്നെസ്സിനെ നമ്മൾ എവിടെ കണ്ടെത്തുന്നോ അവിടെ മാത്രമേ നമ്മുടെ സക്സസ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ എന്നുകൂടി മനസ്സിലാക്കണം. മെഷറബിൾ സക്സസ് എന്ന് പറയണമെങ്കിൽ അതിന് നമ്മൾ ഇത്രയും പഠിച്ചാലും അറിഞ്ഞാലും പോരാ. അവരവരുടെ സക്സസ് എന്താണ് എന്ന് അവരവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം മെഷറബിൾ സക്സസ് എന്നതാണ് മറ്റുള്ളവർ നമ്മുടെ സക്സസ്സായി കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് പേഴ്സണൽ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യമായ ഒരു ആനന്ദം ആണെന്ന് മാത്രം കരുതിയാൽ മതി. പക്ഷേ മെഷറബിൾ സക്സസ് എന്നത് പല കാര്യങ്ങളെ, പല സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതെന്താണ് മെഷറബിൾ സക്സസ് എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സക്സസ് നമ്മളുണ്ടാക്കുമ്പോഴാണ് അതിനെ മെഷറബിൾ സക്സസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മെഷറബിൾ സക്സസ്സിൽ പണം, ഫാമിലി, ബഹുമാനം, അങ്ങനെ പല കാര്യങ്ങൾ മറ്റുള്ളവർ നമുക്ക് നൽകേണ്ടതുണ്ട്. അതിന് നമ്മളെ കൃത്യമായ ചില പഠനങ്ങളും ചില സ്ട്രാറ്റജീസും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച്
നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതുമല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെക്കുറിച്ച് നമുക്ക് കൃത്യമായ പഠനവും പ്ലാനുകളും ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു പ്ലാൻ, ഒരു ബ്ലൂ പ്രിൻ്റ്, അതിൻ്റെ വളരെ കൃത്യമായ അളവുകളും നിയമങ്ങളും ചട്ടങ്ങളും അറിയാവുന്ന ഒരാളെ കൊണ്ട് നമ്മൾ വരപ്പിക്കും. അതിനുശേഷം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയർമാരുൾപ്പെടെയുള്ള ആളുകളാണ് നമുക്ക് വേണ്ടി ആ വീട് പണിത് തരുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ മെഷറബിൾ സക്സസിൻ്റെ കണത്തിൽപ്പെടുത്താം. പക്ഷേ നമ്മുടെ വീടിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരാശയമുണ്ടായിരുന്നു. ആ ആശയം നമ്മൾ ഈ പറഞ്ഞ പ്രൊഫഷണൽസിനെ കൊണ്ട് നമ്മൾ സാധിച്ചെടുത്തു. അപ്പോൾ നമ്മളുടെ ആശയത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീമിനെ, അതിനെ ഒരു മെഷറബിൾ സക്സസ് എന്ന നിലയ്ക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുടെ സഹായം നമുക്ക് വേണ്ടിയേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2025 നമുക്ക് നമ്മുടെ പേഴ്സണൽ സക്സസിനെ മാത്രമല്ല മെഷറബിൾ സക്സസിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാവണം. ഞാൻ പറഞ്ഞ ആശയങ്ങൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുൾപ്പെടെ ശരിവച്ചതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ പാതയിലാണെന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ 2025 നമുക്ക് പ്രീമിയം കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് കൂടി നമ്മൾ പോകുന്നുണ്ട്. അതാണ് 2025 നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അത് പ്രഗത്ഭർ ശരിവച്ച കാര്യങ്ങൾ ഇനി നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ വെൽത്തിനെ എങ്ങനെ നമുക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിർമ്മിച്ചെടുക്കാം എന്നതിൻ്റെ ഒരു എക്സ്പേർട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി മുതൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ആളുകൾ പ്രീമിയം കണ്ടൻറ്റിലേക്ക് വരിക. അതിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ചും മറ്റും ഞാൻ ജാനുവരി ഫസ്റ്റ് വീക്കിലെ എപ്പിസോഡിൽ പറയുന്നതുമായിരിക്കും. അപ്പോൾ ഫെലോമെൻ, നമുക്ക് 2025 അടിപൊളിയായി വാക്ക് ഓർത്തു വയ്ക്കുക, മെഷറബിൾ സക്സസ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ജാനുവരിയിലെ എപ്പിസോഡ് തുടങ്ങുന്നതുവരെ തൽക്കാലത്തേക്ക് വിട. നിങ്ങളുടെ സുഹൃത്ത് ശ്രീനു ല. സ്വർഗമില്ല, നരകമില്ല, ഒറ്റ ജീവിതം. അതെവിടെ എങ്ങനെ വേണമെന്ന് അവനവൻ തീരുമാനിക്കണം.